കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ പുതിയ രാഷ്ട്രീയ ചരിത്രം കുറിച്ച് ബി.ജെ.പി. ഭരണസാരഥികൾ അധികാരമേറ്റു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി വി രാജേഷും ഡെപ്യൂട്ടി മേയറായി ആശാനാഥും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. വികസനത്തിന് പ്രാധാന്യം നൽകി വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. രാഷ്ട്രീയം നോക്കാതെ 100 വാർഡുകളിലും വികസനം എത്തിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ ഉറപ്പ്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചരിത്ര വിജയം നേടി തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണം പിടിച്ച ബി.ജെ.പി. ഇനി തിരുവനന്തപുരത്തെ വികസിതാനന്തപുരിയിലേക്ക് നയിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായി വി രാജേഷിനെ തെരഞ്ഞെടുത്തു. എം.ആർ. ഗോപനാണ് വി രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. വി.ജി. ഗിരികുമാർ പിന്താങ്ങി. 51 വോട്ടുകൾ നേടിയാണ് വി രാജേഷ് വിജയിച്ചത്. 50 ബി.ജെ.പി. അംഗങ്ങളുടെയും ഒരു സ്വതന്ത്രന്റെയും വോട്ടുകളാണ് വി രാജേഷിന് ലഭിച്ചത്. വിജയം അനന്തപുരിക്ക് നൽകുന്നുവെന്നും വികസനത്തിന് പ്രാധാന്യം നൽകി വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കുമെന്നും മേയർ വി രാജേഷ്. അതോടൊപ്പം തന്നെ ഇവിടെ ജയിച്ചു വരുന്ന 101 കൗൺസിലർമാർ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുഴുവൻ ജനപ്രതിനിധികൾക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു കെയറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ വിയോജിപ്പിൻ്റെ കാര്യത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരാളോടും യാതൊരു തരത്തിലുള്ള വിവേചനവും ഞങ്ങളുടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. അതിന് നരേന്ദ്രമോദിയാണ് മാതൃക. ഡെപ്യൂട്ടി മേയറായി ബി.ജെ.പിയുടെ ആശാനാഥ് GS സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തെരഞ്ഞെടുപ്പിൽ 50 വോട്ടുകൾ നേടി വിജയിച്ച ആശാനാഥിന് മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥ് GS എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കരിമം വാർഡ് കൗൺസിലറാണ് ആശാനാഥ്. രാഷ്ട്രീയം നോക്കാതെ 100 വാർഡുകളിലും വികസനം എത്തിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ ഉറപ്പ്. കാരണം പാർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടി എന്നെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണ്. തീർച്ചയായിട്ടും ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വികസന അനന്തപുരിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി തന്നെ പ്രവർത്തിക്കും. 101 പേരുടെയും ഒരുപോലെയുള്ള എല്ലാവരും 101 വാർഡിനും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി തന്നെയായിരിക്കും. ചുമതല ഏറ്റെടുത്ത ശേഷം മേയർ വി രാജേഷ് ആദ്യം ഒപ്പുവെച്ചത് വയോമിത്രം പദ്ധതിക്കായി 50 ലക്ഷം രൂപയുടെ സഹായം നൽകിക്കൊണ്ടുള്ള ഫയലാണ്. നാടിന്റെ ക്ഷേമത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ 100 കൗൺസിലർമാരോടും മേയറും ഡെപ്യൂട്ടി മേയറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കാതെ ഇടത് വലതു മുന്നണികൾ പുതിയ ഭരണസമിതിക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജനം, തിരുവനന്തപുരം.